ഡെഡ് ലിഫ്റ്റ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സ്പൈനൽ ഫ്ലെക്ഷൻ ചെയ്യാമോ? ഈ ഒരു ഡൗട്ട് സാധാരണയായി എല്ലാവരിലും കാണുന്നതാണ്. പല ഇന്റർനാഷണൽ പവർ ലിഫ്റ്റേഴ്സിന്റെയോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ അത്ലറ്റ്സിന്റെയും ചില മൂവ്മെന്റ്സിൽ സ്പൈനൽ ഫ്ലെക്ഷൻ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഇത് ശരിയാണോ? ഡെഡ് ലിഫ്റ്റിന്റെ കൺവെൻഷണൽ ഡെഡ് ലിഫ്റ്റ് ആയിക്കോട്ടെ, റൊമാനിയൻ ഡെഡ് ലിഫ്റ്റ് ആയിക്കോട്ടെ, സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ സ്പൈൻ ന്യൂട്രൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ മാക്സിമം ലിഫ്റ്റ് ട്രൈ ചെയ്യേണ്ടത് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. കാരണം സ്പൈനൽ കോഡിന് ഫ്ലെക്ഷൻ എബിലിറ്റി വളരെ ലിമിറ്റഡ് ആണ്. സ്പൈനൽ കോഡിന്റെ സെർവിക്കൽ, തൊറാസിക് ആൻഡ് ലുംബാർ ഏരിയാസ് കമ്പയർ ചെയ്യുമ്പോൾ സെർവിക്കൽ ഏരിയയും തൊറാസിക് ഏരിയയും സ്ലൈറ്റ്ലി ഫ്ലെക്സിബിൾ ആണ്. ലുംബാർ ഏരിയയുടെ ഫ്ലെക്സിംഗ് കപ്പാസിറ്റി വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹെവി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് ലുംബാർ സ്പൈൻ ഫ്ലെക്ഷൻ കഴിയുന്നതും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇതിന്റെ അർത്ഥം ഒരിക്കലും സ്പൈൻ തീരെ ഫ്ലെക്സ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സ്പൈൻ ഫ്ലെക്സ് ചെയ്തുകൊണ്ട് ഒരു ലിഫ്റ്റും ചെയ്യാൻ പാടില്ല എന്നല്ല. സൂപ്പർ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന സമയം ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാനും നമ്മുടെ റിസ്ക് മാക്സിമം നമ്മൾ ഒഴിവാക്കാനും അല്ലെങ്കിൽ റിസ്ക് ലിമിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രൽ സ്പൈൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ആ ഒരു പ്രൊസീജിയറിലേക്ക് പോകുന്നത്. ചില അത്ലറ്റിക് മൂവ്മെന്റുകൾ, ഫുട്ബോൾ, വോളിബോൾ അല്ലെങ്കിൽ അതുപോലെ പല പല ഗെയിംസിലും ചിലപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ സ്പൈൻ ഫ്ലെക്സ് ചെയ്ത ആ ഒരു പൊസിഷനിൽ ഫോഴ്സ് ജനറേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് കാരണം തന്നെ ചില ഫങ്ഷണൽ മൂവ്മെന്റ്സിനോ അല്ലെങ്കിൽ ഫങ്ഷണൽ എബിലിറ്റിക്കോ ഫങ്ഷണൽ സ്പൈൻ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി നിങ്ങൾ വളരെ കുറഞ്ഞ വെയിറ്റ് കൊണ്ട്, അതായത് നിങ്ങളുടെ മാക്സിമം കപ്പാസിറ്റിയുടെ ഓൾമോസ്റ്റ് 40, 50, 60 ഇന്റൻസിറ്റി വരെ, പെർസെൻറ്റേജ് ഓഫ് ഇന്റൻസിറ്റി വരെ നിങ്ങൾ ഫ്ലെക്സ് ചെയ്ത് സ്പൈൻ ഫ്ലെക്സ് ചെയ്തും നിങ്ങൾ ഈ ഒരു പലവിധ ഡെഡ് ലിഫ്റ്റ് ഫോമുകളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ സ്പൈനൽ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും സ്പൈനൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും സ്പൈനൽ കോഡിന് അറൗണ്ടുള്ള മസിൽ ഗ്രൂപ്പ്സ് ആയ മൾട്ടിഫിഡിയസ് മസിൽ ഗ്രൂപ്പ്സ് എന്നിങ്ങനെയുള്ള സ്മോൾ മസിൽ ഗ്രൂപ്പ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനും അതിന്റെ സ്ട്രെങ്തനിങ്ങിനും ഇങ്ങനെയുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ് ഒരു പരിധിവരെ നിങ്ങളെ സഹായിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴെങ്കിലും സൂപ്പർ ഹെവി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് സ്പൈൻ ന്യൂട്രൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷേ സൂപ്പർ ഹെവി അല്ല, വളരെ എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റ് ഹാൻഡ്ലിങ്ങോ സ്ട്രെച്ചിങ്ങോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സ്പൈൻ ഫ്ലെക്ഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എലൈറ്റ് അത്ലറ്റ്സിന്റെ ട്രെയിനിങ്ങിൽ സ്പൈനൽ ഫ്ലെക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വളരെ ലൈറ്റ് ഇന്റൻസിറ്റിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസും അതുപോലെ സ്ട്രെങ്ത് ട്രെയിനിങ്ങും അവർ പ്രാക്ടീസ് ചെയ്യേണ്ടതായി വരുന്ന പല സ്റ്റഡീസും പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ പെർഫോമൻസ് എൻഹാൻസിങ്ങിനും അവരുടെ മാക്സിമം സ്ട്രെങ്ത് എബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും വളരെ അനിവാര്യമാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്റൻസിറ്റി കുറഞ്ഞ സ്പൈനൽ ഫ്ലെക്ഷൻ എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലും ഒരു ബിഗിനറെയോ അല്ലെങ്കിൽ ഒരു പ്രായം ചെന്ന വ്യക്തിയോ നിങ്ങൾ ഡെഡ് ലിഫ്റ്റോ ഇങ്ങനത്തെ എക്സസൈസസോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഫ്ലെക്സ്ഡ് പൊസിഷനിലല്ല. ആ സമയത്ത് നിങ്ങൾ എപ്പോഴും അവരുടെ ന്യൂട്രൽ സ്പൈൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇഞ്ചുറിക്ക് വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ആരെയാണോ എക്സസൈസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ എക്സസൈസിൽ വേരിയേഷൻസ് ആഡ് ചെയ്യാവുന്നതാണ്.